another video of Cylon. ഗ്ലോസോഫോബിയയുടെ മറ്റൊരു പേരാണ് സ്പീച്ച് ആൻസൈറ്റി. പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇൻറ്റൻസ് ഫിയർ വരുന്നതിനെയാണ് നമ്മൾ ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു നെർവസ്നെസ്സും അല്ലെങ്കിൽ പേടി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് അവർ ഏർപ്പെടുമ്പോൾ അവർ അനുഭവിക്കും. അതുപോലെ ഹാർട്ട് ബീറ്റ് കൂടുക, ശ്വാസം കിട്ടാത്തൊരവസ്ഥ, സ്വെറ്റിങ്, നമ്മുടെ കൈ സ്വെറ്റ് ചെയ്യുക, കൈ വിറയ്ക്കുക, കാല് വിറയ്ക്കുക, അതുപോലെ നമ്മളുടെ സൗണ്ട് ട്രംബിൾ ചെയ്യുക, ഇതൊക്കെയാണ് ഫിസിക്കലി വരുന്ന സിംറ്റംസ്. പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫിയർ അവരുടെ ഉള്ളിൽ വരുന്നത്, അതുപോലെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു പേടി, തോറ്റു പോകുമെന്നുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഇമോഷണലി അവർക്ക് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇത്തരം വ്യക്തികൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യാനാണ് മാക്സിമം അവർ ശ്രമിക്കുക. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ ഓവറായിട്ട് പ്രിപ്പയർ ചെയ്യും. എങ്ങനെ നമുക്കിതിനെ കുറയ്ക്കാം? ഒന്നാമതായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിനെ ബേസ്ഡ് ചെയ്താണോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നല്ലപോലെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഒരു കണ്ടൻറ്റിനെ കുറിച്ച് നമുക്ക് വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ, അത് നമ്മളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ റിലാക്സേഷൻ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് വാസ് ആൻ ഇൻഫർമേറ്റീവ് വീഡിയോ. താങ്ക് യു.